നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് മൈക്ക് ഓണാവാതിരുന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് മൈക്ക് ഓണായതാണ് പ്രശ്നം. അതായത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നിയമസഭയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രി ഒരു കാര്യം പറയുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടിയായിട്ട് പരിശോധിക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ഇരുന്ന സമയത്ത് മന്ത്രി ഓർത്തില്ല മൈക്ക് ഓണാണ് എന്ന്. ഒന്നും നടത്താൻ പോകുന്നില്ല എന്ന് വളരെ തമാശയിൽ പറയുന്ന രീതി. നിയമസഭയിൽ ഒരു കാര്യം വളരെ ഗുരുതരമായിട്ട് പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് വി.ഡി. സതീശന്റെ വായിൽ നിന്ന് അതിന് വിപരീതമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിയമസഭയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു രീതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചമ്പക്കുളം മൂലം വള്ളം കളിക്ക് പ്രാദേശിക അവധി വേണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഇത്. ഇതിപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഇന്ന് നിയമസഭയിൽ ഇതേ വിഷയം മുഖ്യമന്ത്രിയെ നിർത്തിക്കൊണ്ട് തന്നെ ചർച്ചയായി. മുഖ്യമന്ത്രി ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവായിട്ട് പിണറായിയെ നിർത്തിപ്പൊരിക്കുന്ന ഒരു നിയമസഭ ചർച്ചകളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം കൊണ്ട് ഉടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവസാനം കൊണ്ട് കലമുടയ്ക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരൊറ്റ പാളിച്ച അത് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇന്നും നിയമസഭയിൽ വി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ ഒരൊറ്റ വിവാദം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഒരേ വിഷയത്തിൽ സഭയ്ക്ക് അകത്ത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തരം നിലപാടുകൾ സ്വീകരിച്ചു എന്നത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും സഭാ ചട്ടങ്ങളുടെ ലംഘനവും പൊതുമര്യാദകളുടെ ലംഘനവുമൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ.യു. ജനീഷ് കുമാർ അടക്കം രംഗത്തേക്ക് വരികയാണ്. ഒരേ വിഷയത്തിൽ നിയമസഭയ്ക്ക് അകത്ത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തരം നിലപാടുകൾ സ്വീകരിച്ച മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് സഭാ ചട്ടങ്ങളുടെയും പൊതുമര്യാദകളുടെയും കടുത്ത ലംഘനമാണെന്ന് കെ.യു. ജനീഷ് കുമാർ വ്യക്തമാക്കി. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചമ്പക്കുളം മൂലം വള്ളം കളിക്ക് പ്രാദേശിക അവധി നൽകില്ലെന്ന് സതീശൻ വ്യക്തമാക്കുന്ന ഈ പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാമർശം. അന്തിമമായി തീരുമാനമെടുത്ത ഒരു കാര്യത്തിൽ സഭയോട് കള്ളം പറയുന്ന ഇത്തരം നിലപാടുകൾ ജനാധിപത്യത്തോടും നിയമസഭയോടും കാണിക്കുന്ന വലിയ ആദരവാണെന്ന് പൊതുജനം വിലയിരുത്തുകയാണ്. വ്യക്തിപരമായ ചോദ്യത്തിന് രണ്ട് തരം വ്യത്യസ്ത മറുപടികൾ സഭാതലത്തിൽ വന്ന സാഹചര്യത്തിൽ മൂലം വള്ളം കളിയുടെ പ്രാദേശിക അവധി സംബന്ധിച്ച് സർക്കാരിന്റെ യഥാർത്ഥ മറുപടി എന്താണ് എന്നറിയാൻ സഭാ സാമാജികൻ എന്ന നിലയിൽ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ജനീഷ് കുമാർ വ്യക്തമാക്കുകയാണ്. നിയമസഭകളോട് കളവ് പറഞ്ഞ് ഒടുവിൽ പദവി രാജിവെക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി കെ. കരുണാകരന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം. പാർലമെന്റിന്റെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തിയതിന് MP സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 1978 അനുഭവവും സതീശൻ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം പരാമർശിച്ചു. അധികാര ദുർവിനിയോഗത്തിന്റെയും ജനവഞ്ചനകളുടെയും ക്ലാസിക് ഉദാഹരണങ്ങളായ ചരിത്ര സംഭവങ്ങൾ മഹാഭൂരിപക്ഷത്തിന്റെ കരുത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവർത്തിച്ചു പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മറ്റെവിടെ കളവ് പറഞ്ഞാലും നിയമസഭയോട് കള്ളം പറയരുതെന്നും ജനപ്രതിനിധികളെ ജനങ്ങളെ ഒക്കെ തന്നെ വഞ്ചിക്കുന്നവർക്ക് സഭയിലെ ഓൺ ആയിരിക്കുന്ന മൈക്കുകൾ എന്നും ഒരു തടസ്സമായിരിക്കുമെന്നും ജനീഷ് പരാമർശിച്ചു. എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിലിരിപ്പുകൾ എന്നെങ്കിലും പുറത്തു ചാടുമെന്നത് ഉറപ്പുള്ളവർക്ക് ഇത്തരം ഇരട്ട മുഖങ്ങൾ ചേരില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇന്ന് കൊട്ടിയാഘോഷിക്കപ്പെടുന്ന പൂക്കിച്ചിരി സ്വയം ഒരു ബാധ്യതയായി മാറിത്തീരും. രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ മര്യാദകളിലൊന്ന് ജനങ്ങളോടും സഭയോടും സത്യസന്ധത പുലർത്തുക എന്നതാണെന്നും കളവ് പറയാതിരുന്നത് തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ എന്തായാലും ഇപ്പോൾ മൂലം വള്ളംകളി ജലോത്സവ സമിതിയും രംഗത്തേക്ക് വരുന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് മൂലം വള്ളംകളി ജലോത്സവ സമിതി എക്സിക്യൂട്ടീവ് അംഗം കെ.ജി. അരുൺകുമാറും ആവശ്യപ്പെടുന്നത്. കുട്ടനാടിനെയും വള്ളംകളിയെയും പ്രേമികളെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരമൊരു രീതി.